ഹലോ, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കിഡിലും പുഡിങ്ങുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് ജെലാറ്റിനോ ചൈനഗ്രാസോ ഒന്നിൻ്റെ ആവശ്യമില്ല. എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്താൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ്, ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വളരെ കുറച്ച് മതി. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂടായി വന്ന നെയ്യിലേക്ക് നമുക്കൊരു പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത് പുഡിങ്ങിന് ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആപ്പിൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ആപ്പിൾ ഇപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന പട്ടയുടെ പീസ് എടുത്ത് മാറ്റാവുന്നതാണ്. ആപ്പിൾ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തതിൻ്റെ ബാലൻസ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഈ പാലിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ഈ പാല് നമുക്കൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒത്തിരി തിക്കാവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവ മതി. പാല് നന്നായിട്ട് കുറുകിയാൽ തണുക്കുമ്പോൾ ഒത്തിരി തിക്കായി പോകും. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. പുഡിങ്ങിൻ്റെ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. നമ്മുടെ പുഡിങ് ഇപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്ത് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റി ആപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.